കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. ഞങ്ങൾ വായിച്ച് ഞങ്ങളുടെ ഒരു അറിവ് വെച്ചതെന്ന് മനസ്സിലാക്കിയപ്പോൾ കാര്യങ്ങൾ വെച്ചിട്ട് ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് വളരെ സ്വാഗതാർഹമായിട്ട് ആ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സും അതിൽ ഹേമ കമ്മിറ്റി സർക്കാരിന് കൊടുത്തിട്ടുള്ള റെക്കമെൻഡേഷൻസും എല്ലാം തികച്ചും സ്വാഗതം നടത്തി വരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അമ്മ ജനറൽ സെക്രട്ടറിയും കൂട്ടരും നടത്തിയ പത്രസമ്മേളനത്തിന്റെ ആമുഖമാണിത്. ഇനി എന്താണ് വേണ്ടത്? ഇതുവരെ മാലോകരെല്ലാം പറഞ്ഞത് അമ്മ പ്രതികരിക്കുന്നില്ല എന്നായിരുന്നു. ഇപ്പോഴിതാ ജനറൽ സെക്രട്ടറി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ വാഴ്ത്തിപ്പാടിയിരിക്കുന്നു. കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടതും കമ്മിറ്റി അന്വേഷിച്ചതും കണ്ടെത്തിയതുമെല്ലാം മഹാകാര്യം. അതിനോട് അമ്മ 101% യോജിക്കുന്നു. ഇതിൽ പരം ചങ്ക് തുറന്നു കാട്ടി ആർക്കാണ് പ്രതികരിക്കാനാവുക? അതിനാൽ അമ്മ നീണാൾ വാഴട്ടെ. ഇനിയാണ് ട്വിസ്റ്റ്. ഇത്രയും മധുരോദാരമായി സംസാരിച്ച ജനറൽ സെക്രട്ടറിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്നിട്ട് എന്തേ 4.5 കൊല്ലം മുമ്പ് സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് അമ്മയ്ക്ക് തോന്നാതിരുന്നത്? അതിന് മറുപടി ഇങ്ങനെ: എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മയ്ക്കെതിരെയുള്ള റിപ്പോർട്ടല്ല. അപ്പോൾ മാധ്യമപ്രവർത്തകരുടെ അടുത്ത ചോദ്യം: എല്ലാം സർക്കാരിന്റെ ബാധ്യതയാണെങ്കിൽ ഹേമ കമ്മിറ്റി അന്വേഷിച്ച വിഷയവുമായി അമ്മയ്ക്ക് ഒരു ബന്ധവുമില്ലേ? നടന്റെ മറുപടി ഇങ്ങനെ: ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പഠിക്കാൻ. സിനിമാ മേഖലയിലുള്ള വനിതകൾ എന്ന് പറയുന്നത് ഭൂരിഭാഗം ഞങ്ങളുടെ അംഗങ്ങളാണ്. ഞങ്ങളുടെ അംഗങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പഠിക്കാൻ സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. അവർ കണ്ടെത്തിയ ഫൈൻഡിങ്സ്, അവർ പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ് എല്ലാം ഞങ്ങളുടെ അംഗങ്ങൾക്ക് ഗുണപ്രദമാകുന്നതാണ്. ആ തൊഴിലെടുത്ത് വളരെ സുരക്ഷിതമായിട്ട് ഞങ്ങളുടെ അംഗങ്ങൾ ജോലി ചെയ്യണം എന്നുള്ളത് മറ്റാരെക്കാളും അമ്മയുടെ ആവശ്യമാണ്. എന്റെ സാറേ, അതെന്ത് വർത്താനം! അമ്മയിലെ അംഗങ്ങളുടെ തൊഴിലിടത്തെ സുരക്ഷയും അന്തസ്സും ഉറപ്പുവരുത്താനാണ് കമ്മിറ്റി രൂപീകരിച്ചതെന്ന് ഒരിടത്ത് പറയുക. ആ കമ്മിറ്റി റിപ്പോർട്ട് പെട്ടിയിൽ കിടന്ന് ചിതലരിക്കുന്നോ ഇല്ലയോ എന്നത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ലെന്ന് കൈ കഴുകുക. ഇതിനെ ഇരട്ടത്താപ്പ് എന്നല്ലേ വിരോധികൾ പറയുക? മാധ്യമപ്രവർത്തകരുടെ അടുത്ത ചോദ്യം: മലയാള സിനിമാ മേഖലയിൽ വ്യാപകമായ ലൈംഗിക പീഡനം നടക്കുന്നുണ്ടെന്നും പീഡകരിൽ മുൻനിര താരങ്ങളുമുണ്ടെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടല്ലോ. അതിനോട് യോജിക്കുന്നുണ്ടോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് അടിമുടി യോജിപ്പാണെന്ന് പറഞ്ഞ അമ്മ കാര്യദർശി ഇവിടെ ഡയലോഗ് മാറ്റി. അദ്ദേഹം പറയുന്നു: ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ മേഖലയെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളെ അടച്ചടിയിൽ നോക്കുന്നത് നല്ലതല്ല. അത് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. എല്ലാ പ്രശ്നവും വളരെ വിഷമം. അടുത്ത ചോദ്യം സിനിമയിലെ അവസരങ്ങൾ തീരുമാനിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന പവർ ഗ്രൂപ്പിനെയും ഇഷ്ടമില്ലാത്തവരെ തൊഴിൽ ഹത്യ നടത്തുന്ന മാഫിയയെയും കുറിച്ചായിരുന്നു. പാവം ജനറൽ സെക്രട്ടറി 40 കൊല്ലം നടിച്ച അദ്ദേഹം ആദ്യമായി കേൾക്കുകയാണ് ഇതൊക്കെ. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിനെ ആരാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളത് ഈ കമ്മീഷൻ അറിയിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ട് അവർക്ക് പറയാമല്ലോ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണെന്നുള്ളത്. ഞാൻ 40 വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ്. ഞാനും എനിക്കറിയില്ല. അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പിന്റെ എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടിക്കോ അല്ലെങ്കിൽ അവർ എനിക്ക് അനുകൂലമായിട്ടൊരു പവർ ഗ്രൂപ്പ് എന്തെങ്കിലും തീരുമാനം എടുത്തതോ ഇത്രയും കാലത്തിനിടയ്ക്കുണ്ടായി. സിനിമ ആരഭിനയിക്കണം അല്ലെങ്കിൽ ആരഭിനയിക്കണമെന്ന് ഒരു ഗ്രൂപ്പിന് തീരുമാനം എങ്ങനെ ഈ ഇൻഡസ്ട്രി മാഫിയയുടെ അർത്ഥം അറിയാനിട്ടാണോ? മാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് പറയുന്ന മാഫിയ പ്രവർത്തിക്കുന്നത് പല സ്ഥലത്തുനിന്ന് പല മേഖലയിൽ ചോദിച്ചാൽ ഇവിടെ ഒരു ഗുണ്ടാ സംഘം ഉണ്ടല്ലേ, അവർ തീരുമാനിക്കുന്ന പോലെയാണല്ലേ ഇൻഡസ്ട്രി നടന്നത്? ഒന്നും ഒരിക്കലും സാധിക്കില്ല. ഞാൻ ഇത്രയും കാലം ഈ സിനിമയിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സത്യസന്ധമായിട്ട് പറയാം. അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു പവർ ഗ്രൂപ്പും വിചാരിച്ചാൽ സിനിമ മുന്നോട്ട് പോകുന്നില്ല. ഇനി റിപ്പോർട്ടിനെ കുറിച്ച് കാര്യദർശിയുടെ ഒരു സ്റ്റഡി ക്ലാസ്. ഈ റിപ്പോർട്ട് പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള പോയിന്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. റിപ്പോർട്ട് നേരത്തെ ഒരു പേജിൽ പറഞ്ഞിട്ടുണ്ട്. അവർ ഫങ്ഷൻസ് ഓൺലി സ്റ്റഡി ദ ഇഷ്യൂസ് റിലേറ്റിംഗ് ടു വിമൻ ഇൻ സിനിമ ആൻഡ് റിപ്പോർട്ട്, നോട്ട് നെയിം ഓർ ഷെയിം എനിബഡി ഓർ എക്സ്പോസ് ദ വീക്ക്. അതല്ല അവരുടെ ലക്ഷ്യം. അവരങ്ങനെ ഒന്നും ആരെയും കുറ്റപ്പെടുത്തിയിട്ടും ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞു, അമ്മയും കുറ്റപ്പെടുത്തിയില്ല, അമ്മേനെ അംഗങ്ങളെയും കുറ്റപ്പെടുത്തിയില്ല. അങ്ങനെ ഒന്നും പറയാത്ത റിപ്പോർട്ടിനെ ഞങ്ങളെന്തിന് കുറ്റപ്പെടുത്തി പറയണം? ഞങ്ങൾ സ്വാഗതം ചെയ്യാനും ചെയ്തിട്ടുള്ളത്. ഇപ്പോ മനസ്സിലായില്ലേ? ഹേമ കമ്മിറ്റി അമ്മയിലെ ഒരു കേസരിയെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. മലയാള സിനിമയിൽ ഒതുക്കലും വെട്ടിനിരത്തലുമില്ല, പീഡനം ഇല്ലേ ഇല്ല. അതോടെ അമ്മയിലെ വെള്ളപൂശൽ പൂർത്തിയായി.